ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റുകൾ നേടുമെന്ന് കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. വട്ടിയൂർക്കാവിൽ തന്നെ തോൽപ്പിക്കാൻ BJP അജണ്ടയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്ന് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ കെ മുരളീധരൻ പറഞ്ഞു. ഇത്തവണ UDF കുറഞ്ഞത് 100 സീറ്റുകളെങ്കിലും നേടി ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും എന്നാൽ ഇതിനായി അനാവശ്യമായ തിരക്കിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവിൽ തന്നെ തോൽപ്പിക്കുകയെന്നത് BJPയുടെ പ്രത്യേക അജണ്ടയാണെന്നും എന്നാൽ അവിടെ UDFും LDFും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിനാണ് സാധ്യതയെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. താൻ എത്രയോ കാലമായി വട്ടിയൂർക്കാവിൽ ഉള്ളതാണെന്നും മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു. MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോടുള്ള തന്റെ വിയോജിപ്പും മുരളീധരൻ പരസ്യമാക്കി. കെ സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. സുധാകരൻ വിതുമ്പാൻ കാരണം അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയുമായുള്ള വ്യക്തിപരമായ ബന്ധമാണെന്നും G. സുധാകരനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവും ദേശീയ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ മിനിമം 100 സീറ്റ് ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ രംഗത്തു. ഇത്തവണ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ള BJP അജണ്ട വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരമാവാനാണ് സാധ്യത. ഞാൻ ആരും വില കുറച്ച് കാണുകയല്ല. അവർ പാർട്ടിയുടെ നയം ഒരു പ്രഖ്യാപിച്ചല്ലോ. മുരളീധരനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം ഞാൻ തുല്യ നിലയിൽ തന്നെയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ വില കുറച്ച് കണ്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCV.